ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എയർ ഡ്രോപ്പുകളും പിന്നെ കുറച്ച് NFT-കൾ ക്ലെയിം ചെയ്യാനുണ്ട്. അതായത് എയർ ഡ്രോപ്പിന് വേണ്ടി സഹായിക്കുന്ന കുറച്ച് NFT-കൾ. ഓക്കെ, അപ്പം അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിൽ അത്യാവശ്യം എല്ലാ എയർ ഡ്രോപ്പുകളും ജെന്യുവിനാന്ന് തോന്നുന്ന എല്ലാ എയർ ഡ്രോപ്പുകളും നമ്മൾ ഇതിനകത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ പരമാവധി എല്ലാം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 100 എണ്ണം ചെയ്യുമ്പോഴായിരിക്കും 50 എണ്ണമൊക്കെ കിട്ടുക. സോ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു ടെലിഗ്രാം ഗെയിമാണ്, ഡ്രിഫ്റ്റ് പാർട്ടി. ഇത് ബിനാൻസ് ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതൊരു സിമ്പിൾ ഗെയിമാണ്. എങ്ങനെയാണ് ഗെയിം കളിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറുക. ദെൻ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു പേജിലേക്ക് പോകും. ഇവരിവിടെ പറഞ്ഞേക്കുന്നതിനൊക്കെ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഗെയിമിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമ്മളൊരു കാർ വാങ്ങണം. അങ്ങനെ കാർ വാങ്ങുക, മെർജ് ചെയ്യുക, അങ്ങനെ അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. കാറുകൾ വാങ്ങി മെർജ് ചെയ്ത് നമ്മുടെ ലെവൽസ് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഗെയിം. ഓരോ കാറും മെർജ് ചെയ്യും തോറും നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് കിട്ടുന്നത് റെസ്പെക്റ്റ് കോയിൻ എന്ന് പറഞ്ഞ കോയിനാണ്. ആ ഒരു കോയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാർ വാങ്ങി മെർജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മെർജ് ചെയ്യും തോറും നമുക്ക് റെസ്പെക്റ്റ് കോയിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. റെസ്പെക്റ്റ് കോയിൻ്റെ എണ്ണം കൂടുന്തോറും ഡ്രിഫ്റ്റ് കോയിൻസ് കിട്ടും. ഈ ഒരു ഡ്രിഫ്റ്റ് കോയിൻ ആയിരിക്കും ഭാവിയിൽ എയർ ഡ്രോപ്പ് ആവുന്നത്. സോ മാക്സിമം നിങ്ങളത് ഏൺ ചെയ്യുക. അതുപോലെ ഇവിടെ ഏണിംഗ് സെക്ഷനൊക്കെ ഉണ്ട്. ഏണിംഗ് സെക്ഷനിൽ അവിടുത്തെ ടാസ്കുകളൊക്കെ നിങ്ങൾ ചെയ്യണം. അതേപോലെ അച്ചീവ്മെൻറ്റ് സെക്ഷനുണ്ട്. അവിടുത്തെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ ചെയ്യണം. അങ്ങനെ ആ ഒരു തന്നിരിക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ കളിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ഗെയിം എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് കാർവിൻ്റെ ബിനാൻസ് വെബ്3 എയർ ഡ്രോപ്പ് ഇവൻ്റ് ആണ്. കാർ ഓൾറെഡി 50 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി കയറുക. ദെൻ നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും കണക്ട് വിത്ത് ബിനാൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് നിങ്ങളുടെ ഫോണിൽ ബിനാൻസ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ വെബ്3 വാലറ്റ് എടുക്കുക. ദെൻ അതിൽ സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷൻ കൊടുത്ത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലേക്ക് കാർവിൻ്റെത് ഓപ്പണായി വരും. ഇവിടെ നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യണം. അതേപോലെ ഇതിനകത്തുള്ള ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ബൈൻഡ് അക്കൗണ്ട്, അതേപോലെ ജോയിൻ കമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ള ടാസ്കുകളെല്ലാം താഴോട്ട് നോക്കുമ്പോഴത്തേക്കും കാണാം. അപ്പോൾ ഈ ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഏൺ ആയിക്കൊണ്ടേയിരിക്കും. അതേപോലെ മറക്കാതെ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഇൻട്രാക്റ്റിൽ ന്യൂബിലയുടെ ഒരു ജെനസിസ് NFT ക്ലെയിം ചെയ്യാൻ വന്നിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി കയറുക. ഇവിടെ നിങ്ങൾക്ക് കുറേ ടാസ്കുകൾ കാണാം. ഈ ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഫോളോ ചെയ്യുന്നതും ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുന്നതും അങ്ങനെ എല്ലാ ടാസ്കുകളും തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്ലെയിം ചെയ്യുക. ക്ലെയിം നൗ ഓപ്പണായി വരും. അപ്പം ജെനസിസ് NFT നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ജെനസിസ് NFT ക്ലെയിം ചെയ്താൽ മാത്രമേ ന്യൂബിലയുടെ എയർ ഡ്രോപ്പ് വരുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. സോ തീർച്ചയായും ക്ലെയിം ചെയ്ത് വെക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത് സൂപ്പർ ഫ്ലൂയിഡ് ജെനസിസിൻ്റെ NFT ക്ലെയിം ചെയ്യാൻ വന്നിട്ടുണ്ട്. അതും ഈ ഒരു ന്യൂബിലയുടെ NFT ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. സെയിം ആണ്. നിങ്ങൾ ആ ഒരു ടാസ്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലെയിം നൗ ഓപ്പണായി വരും. ക്ലെയിം ചെയ്യുക. NFT ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ജെനസിസ് NFT ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ എയർ ഡ്രോപ്പിൽ സൂപ്പർ ഫ്ലൂയിഡിൻ്റെ എയർ ഡ്രോപ്പ് വരുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. സോ അതും ക്ലെയിം ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ. ബൈ ഗൈസ്.